ഹായ്, ഇന്ന് നമുക്ക് ബോഗൻവില്ലയുടെ ഒരു ക്ലിയറൻസ് സെയിലാണ്. അപ്പോൾ നമുക്ക് ബോഗൻവില്ല എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 5 പ്ലാന്റ് ഒരു കോംബോയിലാണ് ഇട്ടിരിക്കുന്നത്. അതും 10 പേർക്ക് കൊടുക്കാനുള്ള കോംബോ മാത്രമേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ആദ്യം ക്യാഷ് ഇട്ടാൽ മാത്രമേ ആ ഓർഡർ കൺഫേം ആവത്തുള്ളൂ. കുറഞ്ഞ വിലയിലാണ് നമ്മൾ ഈ കോംബോ ആഡ് ചെയ്തിരിക്കുന്നതും, അതും കുറച്ച് റെയർ പ്ലാന്റുകളാണ്. അപ്പം വീഡിയോ ഫുള്ള് കാണുക. പ്ലാന്റും പ്ലാന്റ് സൈസും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ ചെയ്യുക. നമ്മുടെ ആദ്യത്തെ കോംബോയിലുള്ള പ്ലാന്റ് ഗ്ലാബ്ര പർപ്പിളാണ് കേട്ടോ. ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും. നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തണം. നല്ല തിക്കായിട്ട് ബുഷായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ്. അടുത്ത നമുക്ക് ഡോക്ടർ റാവു റെഡാണ്. ഇതുപോലെ വെരിഗേറ്റഡ് ലീഫിൽ ഇതുപോലെ ഡാർക്ക് കളർ ഒരു ഫ്ലവറാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. നമ്മൾ ഇതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ നമ്മുടെ തിമ മൾട്ടിയാണ്. ഒരു ചെടിയിൽ ഇതുപോലെ 3 കളറുകളാണ് വിരിയുന്നത്. പ്ലാന്റ് സൈസ് ഇതാണ്. നമ്മുടെ നാലാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫയറോപ്പാലാണ്. തീക്കട്ട പ്ലാന്റ്. ഇതുപോലത്തെ ചെറിയ പ്ലാന്റുകളാണ്. പ്ലാന്റ് സൈസ് എല്ലാം കണ്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ. അഞ്ചാമത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ചില്ലി റെഡാണ് കേട്ടോ. ചില്ലി റെഡ് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. ഇതും കട്ട് ചെയ്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കുറ്റിയായിട്ട് നിർത്തി വളർത്തണം. അപ്പോൾ നമുക്ക് ഈ 5 പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിലുള്ളത്. പ്ലാന്റ് സൈസും ഡീറ്റെയിലും വ്യക്തമായി കാണുക. ഇതിൻ്റെ ഓഫർ എന്ന് പറയുന്നത് 500 രൂപയ്ക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കോംബോയുടെ 5 പ്ലാന്റ്. 500 രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും. 5 പ്ലാന്റ് നമുക്ക് അയക്കുന്നതിന് 150 രൂപയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെ മണ്ണൊന്നും മാറ്റാതെ കവറോട് കൂടിയിട്ടാണ് അയക്കുന്നത്. ഇനി ചില്ലി യെല്ലോ വേണ്ടവർക്ക് ചില്ലി യെല്ലോയുടെ പ്ലാന്റ് കുറച്ച് പ്ലാന്റേ ഉള്ളൂ, ഒരുപാട് ചില്ലി യെല്ലോ ഇല്ല. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. 150 രൂപയാണ് ചില്ലി യെല്ലോയ്ക്ക് വരുന്നത്. അപ്പം കുറച്ച് പ്ലാന്റേ ഉള്ളൂ, ഒരു 5 പ്ലാന്റിനകത്ത് മാത്രമേ നമുക്ക് ചില്ലി യെല്ലോ ഉള്ളൂ. ഇനി മഹാറാണിയുടെയും ഒറ്റ പ്ലാന്റേ നമുക്കുള്ളൂ. അപ്പം അതും ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് നമുക്ക് 650 രൂപയാണ് വരുന്നത്. മഹാറാണി ഇത് ഗ്രാഫ്റ്റഡ് അല്ല, കമ്പൊടിച്ച് നട്ടിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കമ്പുകൾ കട്ട് ചെയ്ത് നടാം. ഈ പ്ലാന്റിൻ്റെ കമ്പുകൾ മെച്ചൂർഡ് ആകുമ്പോൾ അത് വീണ്ടും കട്ട് ചെയ്ത് നട്ട് അടുത്ത തൈകളാക്കി എടുക്കാവുന്നതാണ്. ഈ കവറോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും. നമ്മൾ സെയിൽ ചെയ്തതിൻ്റെ ഏറ്റവും തിരികട പ്ലാന്റ്, ഏറ്റവും ചെറിയ പ്ലാന്റുകൾ ആർക്കും അയക്കാറില്ല. അതെല്ലാം നമ്മൾ ദാണ്ട് വീണ്ടും റീപോർട്ട് ചെയ്ത് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് മാറും. ഇപ്പം നമ്മൾ എല്ലാം റീപോർട്ട് ചെയ്ത് കുറേ പ്ലാന്റുകൾ മാറ്റുവാണ്. ഇടയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി